ഇനിയും എന്നെ മടിയിലാക്കാൻ നോക്കണ്ട. യജമാനത്തി എന്നെ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കും? നീ ആ കളത്തിനെ കാണുന്നില്ലേ? ഒരു കറ്റ പോലും അതിൽ കുറഞ്ഞിട്ടില്ല. യജമാനത്തി, കഴിഞ്ഞ 3 രാത്രികളിലും 100 ചൂട് കറ്റകൾ വീതം അവിടുത്തെ അനുജന്റെ കളപ്പുരയിൽ അടിയിൽ ഒപ്പിച്ചതാണ്. പക്ഷേ നേരം വെളുക്കുമ്പോൾ കറ്റകൾ പഴയപടിയുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്ന് പറയുക. അതാണ് അടിയനും മനസ്സിലാവാത്തത്. ഇതിലെന്തോ മറിമായമുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ സാധ്യമല്ല. എന്റെ ഭർത്താവ് പോലും എന്നെ സംശയിക്കുന്നു. ഞാൻ കറ്റകൾ പുറത്തയക്കാത്തതാണെന്ന് അദ്ദേഹം കരുതുന്നു. യജമാനത്തിൽ എന്നെ വിശ്വസിക്കണം. തലമുറകളായ എന്റെ കുടുംബക്കാർ ഇവിടുത്തെ പരിചാരകരാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് അറിഞ്ഞുകൂടാ യജമാനത്തിൽ, അറിഞ്ഞുകൂടാ. യജമാനൻ ഓർമ്മിക്കരുത്, അടിയൻ കറ്റകൾ എത്തിച്ചതാണ്. മതി, എല്ലാം ഞാൻ കേട്ടു. ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഇന്ന് രാത്രി കറ്റകൾ കൊണ്ടുപോകുന്നവരുടെ കൂടെ പോകുന്നത് ഞാനാണ്. എനിക്ക് സത്യം കണ്ടുപിടിച്ചേ തീരും. ആരും മുന്നോട്ട് വരരുത്. ചുമട്ടുകാർ നിൽക്കുന്നിടത്ത് നിൽക്കുക. ഇരുട്ടിൽ ആരും വരുന്നത് പോലെ തോന്നുന്നു. ആരും വരണ്ട. ചുമട്ടുകാർ അനങ്ങരുത്, ശബ്ദമുണ്ടാക്കരുത്. ഇരുട്ടിൽ നിന്നും അനക്കം കേൾക്കുന്നത് പോലെ. ആരാണ് അവിടെ ശ്രദ്ധിക്കുന്നത്? ആരാണ് അവിടെ ശബ്ദിക്കുന്നത്? നല്ല പരിചിത ശബ്ദം. കേട്ടു പഴകിയ സ്വരം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? കൂരാകുരിട്ട്. എനിക്കൊന്നും കണ്ടുകൂടാ. ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഒരു മിന്നൽ കണ്ണാണ്. അതെങ്കിലും ഇപ്പോൾ വെളിച്ചമുണ്ട്. നിങ്ങളെ എനിക്ക് കാണാം. നിങ്ങൾ എന്റെ ജ്യേഷ്ഠ അനുജ, മകനെ, നീയോ? നീ ഇവിടെ? ആരാണ് നിന്റെ പിന്നിലുള്ളവർ? എന്റെ ജ്യേഷ്ഠൻ എന്നോട് പൊറുക്കണം. ജ്യേഷ്ഠന്റെ ഇല്ലായ്മകൾ ഓർത്ത് 100 ചൂട് കറ്റകൾ അങ്ങയുടെ കളത്തിൽ വയ്ക്കാൻ വരികയായിരുന്നു ഞാൻ. കഴിഞ്ഞ 3 ദിവസമായി ഞാനിത് ചെയ്യുന്നു. പക്ഷേ എന്റെ കളത്തിലെ കറ്റകൾ കുറയുന്നില്ല. ഈ എന്റെ അനുജൻ എന്നോടാണ് പൊറുക്കേണ്ടത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 100 ചുവട് കറ്റകൾ വീതം ഞാനും എന്റെ കളത്തിൽ വെട്ടിച്ചിരുന്നു. എന്റെ കളത്തിലും കറ്റകൾ കുറയാത്തതിന്റെ കാരണം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്റെ ജ്യേഷ്ഠൻ എനിക്ക് മാപ്പ് തരുന്നു. മാപ്പ് തരുവാൻ ഞാൻ ആരുമല്ല. നമുക്ക് ദൈവത്തോട് കൂട്ടായി മാപ്പിരക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. വിശുദ്ധമായ സ്നേഹം കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന മണ്ണ് പവിത്രമാകുന്നു. പവിത്രമായ ഈ മണ്ണിലായിരിക്കും ദാവീദിന്റെ പുത്രനായ സോളമൻ എന്റെ ആലയം പണികഴിപ്പിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.